കണ്ണിൽ നിന്ന് കണ്ണുനീര് നിശബ്ദമായി ഒഴുകുകയാണ്. പക്ഷേ യേശുവിനൊരു പ്രത്യേകതയുണ്ട്. ആമേൻ. നിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം മറ്റുള്ളവർ കേട്ടാലും നിൻ്റെ കണ്ണുനീരിന് ശബ്ദമില്ലാത്തത് കൊണ്ട് ആരും കേൾക്കുന്നില്ല എങ്കിൽ എൻ്റെ കർത്താവിന് നിൻ്റെ കണ്ണുനീരിൻ്റെ ശബ്ദവും കേൾക്കുവാൻ കഴിയാം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളായിരുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. മഗ്ദലക്കാരത്തി മറിയയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഇപ്രകാരം നമ്മൾ പഠിച്ചു: ഇരുട്ടുള്ളപ്പോൾ അവൾ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിച്ചു. ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള സന്തോഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മഗ്ദലക്കാരത്തി മറിയ എടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ദൗത്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇരുട്ടുള്ളപ്പോൾ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്കൊരു സെമിട്രിയിൽ പോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ സാഹചര്യമായിരിക്കുന്നു. നിങ്ങളിൽ ഒരു വ്യക്തിയാണ് എങ്കിലും നിങ്ങൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൂടെ നടന്നു പോകും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു കല്ലറയെ കാണുന്ന സമയത്തിൽ നിങ്ങൾക്കൊരു ചെറിയ ബുദ്ധിമുട്ട്. നിങ്ങളിങ്ങനെ സൂക്ഷിച്ച് നോക്കും, ആരോ അവിടെ ഇരിക്കുന്നത് പോലെ തോന്നും. ചിലപ്പോൾ പട്ടിയായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് തോന്നിപ്പോകുമ്പോൾ ആ മറ്റേ മരിച്ച അമ്മച്ചി അവിടെ ആ കല്ലറയുടെ പുറത്ത് എഴുന്നേറ്റ്. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരിക്കലും അതുവഴി പോകത്തില്ല. പക്ഷേ ഈ സ്ത്രീ ഒരു കല്ലറയുടെ അടുക്കലല്ല, ഒരു കല്ലറ, ഒരു കൂട്ടം കല്ലറ, അവിടെ കല്ലറ തോട്ടമാണ്. ആമേ, കല്ലറകൾ കൊണ്ട് മുഴുവനും നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തുകൂടെ ആ സ്ത്രീ ഒറ്റയ്ക്ക് രാത്രിയിൽ ഇരുട്ടുള്ള സമയത്തിൽ അവൾ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ആ സമയത്തിൽ കിട്ടിയ ഒരു പ്രത്യേകമായ ഒരു ശക്തി, ഒരു ധൈര്യം എന്നൊക്കെ നമുക്ക് പറയുവാനായിട്ട് കഴിയപ്പെടുന്നുണ്ട്. അവൾ അത്രത്തോളം, അവൾക്ക് ആ ധൈര്യം കിട്ടിയത് ക്രിസ്തുവിനോടുള്ള സ്നേഹം അത്രത്തോളം വലുതായിരുന്നു. ആ വലിയ സ്നേഹത്തിൻ്റെ മധ്യത്തിൽ അവൾ ധൈര്യം പ്രകടിപ്പിച്ചു. പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിനകത്തേക്ക് കടന്നു വന്ന സമയത്തിലേക്ക് നിനക്കവന് വേർപിരിയുവാൻ കഴിയപ്പെടുന്നില്ല, നിനക്കവനെ വിട്ടുപിരിയുവാനായിട്ട് കഴിയപ്പെടുന്നില്ല. കാരണം ആ ദൈവമില്ലാതെ ഒരു ജീവിതം എനിക്ക് വേണ്ട, ആ ദൈവമില്ലാതെയുള്ള ഒരു ലെവൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഈ കൂട്ടത്തിലും അനേക സഹോദരന്മാർ ഉള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണെന്നറിയാവോ? ഈ ലോകത്തിൽ നിങ്ങൾ പലതിലും അടിമപ്പെടാതെ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തം നിങ്ങൾ പല നന്മകളും വേണ്ട എന്ന് വലിച്ചെറിഞ്ഞു. അങ്ങനെ ഒരു സ്ത്രീയാണ് മഗ്ദലക്കാരത്തി മറിയ. 7 ഭൂതങ്ങൾ അവളുടെ ശരീരത്തിലുണ്ടായിരുന്നു. ഒരു ഭൂതം തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ, എന്തുമാത്രം പ്രയാസങ്ങളെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു ചെറിയ ഒരു നരുന്നില് പോലെയുള്ള ഒരു സാത്താന്യ ശക്തി തന്നെ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ. പക്ഷേ ഈ സഹോദരിയിൽ 7 ഭൂതങ്ങളാണ് ഉണ്ടായിരുന്നത്. സ്തോത്രം. ആ 7 ഭൂതങ്ങളും അവളെ അത്രത്തോളം ദണ്ഡിപ്പിച്ചതിൽ നിന്ന് യേശു ക്രിസ്തു തൻ്റെ തിരുരക്തം കൊടുത്ത് അവളെ വീണ്ടെടുത്തത് കൊണ്ട് അവൾക്ക് യേശുവിനെ മറക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം തന്നത് യേശുവാണ്. യേശുവാണ് എനിക്ക് ജീവിതത്തിൻ്റെ വെളിച്ചം എനിക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് യേശുവില്ലാതെ ഒരു ജീവിതം എനിക്കില്ല. ഞാൻ മരണം വരെയും ക്രിസ്തുവിൻ്റെ കൂടെയുണ്ട്. അന്ന് സഹോദരന്മാർക്കില്ലാത്ത സ്നേഹം ഈ സ്ത്രീക്കുണ്ടായിരുന്നു. അന്ന് ശിഷ്യന്മാർക്കില്ലാത്ത സ്നേഹം ഈ സ്ത്രീക്കുണ്ടായിരുന്നു എന്നുള്ളത് 3.5 വർഷക്കാലം ക്രിസ്തു കൊണ്ടു നടന്ന പത്രോസ് ഒരൊറ്റ നിമിഷം കൊണ്ട് തള്ളിപ്പറഞ്ഞില്ലേ? അപ്പോൾ അവർക്കില്ലാത്ത സ്നേഹമാണ് ഈ സ്ത്രീക്കുണ്ടായിരുന്നു എന്നുള്ളത്. 7-ാം വാക്യത്തിൽ ശീലകൾ കിടക്കുന്നതും തലയിൽ ചുറ്റിയിരിക്കുന്നതും റൂമാൽ കിടക്കുന്നതും ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും ഒക്കെ കണ്ടു. അവൻ്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്ന് കല്ലെറിയുന്നു. ശീലകൾ കിടക്കുന്നത് കണ്ടു. തലയിൽ ചുറ്റിയിരിക്കുന്ന റൂമാലും ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത്. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. ഈ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ട് വിശ്വസിച്ചു എന്നാണ്. കണ്ട് വിശ്വസിച്ചു. ചിലർക്ക് അങ്ങനെയാണ്. ഈ കേട്ടാൽ വിശ്വാസം വരത്തില്ല, കണ്ടാലേ വിശ്വാസം വരത്തേയുള്ളൂ. നല്ലതാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ചില ദൈവീക പ്രവൃത്തികൾ കണ്ട് വിശ്വസിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. തോമാസ് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. കണ്ടാലേ ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കത്തേ ഉള്ളൂ. ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് കാണുവാൻ കഴിയണം. ഞാനിന്ന് പറയുന്നതിന് പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുകയാണ്. നിങ്ങളങ്ങനെ എങ്ങനെയെങ്കിലും വിശ്വസിക്കേണ്ട. നിങ്ങളുടെ ഉള്ളിനകത്ത് വിശ്വസിക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി
വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം. ക്രിസ്തുവിനെ നേരിട്ടൊന്ന് കാണുവാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ആഗ്രഹിക്കണം. ക്രിസ്തുവിൻ്റെതായ പ്രവൃത്തികളെ നിങ്ങൾ ചെന്ന് കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകണം. ഇവിടെ ഈ ശിഷ്യൻ കണ്ടു വിശ്വസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ കാണാനുണ്ടായിരുന്നത്? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ തെളിവുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ശീലകൾ അവിടെ ചുറ്റി 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 വച്ചിരുന്നു. തുണികൾ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിൽ ചുറ്റി വച്ചിരുന്നതായിട്ടുള്ള ആ ശീലകൾ അവിടെ തലയിൽ ചുറ്റിയിരുന്നതുകൊണ്ട്, റൂമാലുണ്ട്, ശീലകളോട് കിടക്കാതെ വേറുവിട്ട് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നു. ഇതെല്ലാം അവരുടെ പ്രൂഫിന് വേണ്ടിയിട്ട്. കാരണം ഈ കൂട്ടത്തിൽ ഓടി വരുന്ന വ്യക്തികളിൽ ആർക്കെങ്കിലും അവിശ്വാസമുണ്ട് എങ്കിൽ അവർ കണ്ട് വിശ്വസിക്കട്ടെ, ഈ തെളിവുകൾ കണ്ട് വിശ്വസിക്കട്ടെ, ഈ തെളിവുകൾ മനസ്സിലാക്കട്ടെ. ഇന്നും നമുക്കറിയാം ഒരുപാട് തെളിവുകൾ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടാം. ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് അതിശയ പ്രവർത്തികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടാം. ഇവിടെ കോടതിയും ഇവിടെ പോലീസും നിയമങ്ങളും മന്ത്രിസഭകളൊക്കെ മാറി മാറി കടന്നു വന്നിട്ടും എത്ര തന്നെ ഉള്ള വലിയ വലിയ പദ്ധതികൾ അവർ ആവിഷ്കരണം ചെയ്തിട്ടും ഇവിടെയുള്ള തെറ്റുകാരെയും കുറ്റക്കാരെയും ഒന്നും രൂപാന്തരപ്പെടുത്തുവാൻ ആർക്കുമേ കഴിഞ്ഞതേയില്ല. അവർ സ്തോത്രം ജയിലിലേക്ക് ചെന്ന് ചപ്പാത്തിയും അതോടൊപ്പം കടലക്കറിയും കഴിച്ച്, മുട്ടക്കറിയും കഴിച്ച്, പിന്നെ അതോടൊപ്പം ചിക്കനും കഴിച്ച്, ബീഫും കഴിച്ച് കൊഴുത്ത് അവർ വീണ്ടും പുറത്തിറങ്ങുന്ന സമയത്തിന് അതിനേക്കാളും വലിയ ക്രൂരന്മാരായി തീർന്നുകൊണ്ടിരിക്കുന്ന ചരിത്രം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നും കേരളക്കരയിലാണെങ്കിലും ലോകരാജ്യങ്ങളിലാണെങ്കിലും നോക്ക്, ഏറ്റവും കൂടുതൽ ആൾക്കാരെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഓരോ രാജ്യങ്ങളും കുറ്റവാളികളെ നന്നാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ട് നടക്കാതിരിക്കപ്പെടുമ്പോൾ ഇന്നും ക്രിസ്തുവിൻ്റേതായിട്ടുള്ള സൗജന്യമായി കിട്ടുന്ന ദൈവത്തിൻ്റേതായിട്ടുള്ള വചനം കേട്ടും കണ്ടും അനേക രൂപാന്തരപ്പെടുന്നുവെങ്കിൽ കണ്ടു തന്നെ വിശ്വസിക്കണം. ഇന്നും എത്രയോ രോഗികൾ ദൈനംദിനം സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയോ പാപികൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഞാൻ തന്നെ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയാണ്. അല്ല എങ്കിൽ ഞാനൊരു പാസ്റ്റർ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളതല്ല. അതിലുപരിയായി എന്താ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട് ഞാൻ യേശുവിനെ വ്യക്തമായി തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ മനുഷ്യനായി തീർന്നോ, ഞാൻ പൂർണ്ണമായ ഒരു മനുഷ്യനായി രൂപാന്തരം പ്രാപിച്ച് കടന്നു വന്നു എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇതുപോലെ എത്രയോ ഷാജിമാർ, എത്രയോ വ്യക്തികൾ ഇന്നും ലോകത്തിലായിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളുടെ തെളിവുകൾ ഇനിയും ചിലർ കണ്ട് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഈ കൂട്ടത്തിൽ ആരെങ്കിലും കേട്ടിട്ട് വിശ്വാസം വന്നില്ല എങ്കിൽ നീ ആഗ്രഹിക്കുക, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നീ കാണാൻ ശ്രമിക്കണം. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നീ കണ്ട് നീ വിശ്വസിക്കുകയാണ് എങ്കിൽ ദൈവത്തിനോട് കൂടെ നിനക്കും ദൈവം ഒരു ഭാഗവാക്കുകളാകുവാനായിട്ട് കഴിയും. നിനക്കും മാനസാന്തരപ്പെടുവാൻ കഴിയും. നീയും ദൈവത്തിൻ്റെ ഒരു പൈതലായിട്ട് തീരുമെന്നുള്ളതിന് സംശയമില്ല. അവൻ മരിച്ചവരിൽ എഴുതിയിരുന്നു എന്നുള്ള തിരുവെഴുത്ത് അവരതുവരെ അറിഞ്ഞിട്ടതേയില്ല. സ്വത്രം ഇത്രയൊക്കെ ആയിരുന്നിട്ടും ഇവർക്ക് ആർക്കും ഒരു ഉറപ്പില്ലായിരുന്നു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്ന്. ഇവർക്കാർക്കും ഒരു ഉറപ്പ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നിടയിൽ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. കരയുന്നു, നോക്കുന്നു, കരയുന്നു, നോക്കുന്നു, കരയുന്നു, നോക്കുന്നു. എന്താ? അവൾക്കും നല്ല വിശ്വാസമില്ല. കാരണം യേശു ഇവിടുന്ന് സ്വർഗത്തിൽ പോയി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾക്കങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കർത്താവിനിപ്പോൾ അഥവാ വീണ്ടും വന്നാന്തോ അതിനകത്ത് കർത്താവ് അവിടെ തന്നെ ഉണ്ടോന്നോ, ചിലപ്പം ടോയ്ലറ്റിലാറ്റം പോയത് ഞാൻ കാണാത്തത് കൊണ്ടാണോ, കല്ലറയ്ക്കകത്ത് ചിലപ്പോൾ വാഷ്റൂം ഉള്ളത് എനിക്ക് അറിയാത്തത് കൊണ്ടാണോ എന്നൊക്കെ വെച്ചിട്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും. വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നോ കർത്താവെ, വന്നോ, കരയുന്നു. എന്നാലും എനിക്ക് കർത്താവെ എൻ്റെ അടുത്തൊരു വാക്ക് പറയാതെ പോയല്ലോ, എന്നിട്ടും വീണ്ടും നോക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾക്കും ഉയർത്തെഴുന്നേറ്റു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ പറ്റുന്നില്ല. സ്തോത്രം. ചില ദൈവപ്രവൃത്തികൾ നമ്മുടെ ചിന്താഗതികൾക്കപ്പുറമാണ്, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. ചില മാറ്റങ്ങൾ നമ്മിലേക്ക് സംഭവിക്കപ്പെടുമ്പോൾ, ചില വാഗ്ദത്തങ്ങൾ നമ്മിലേക്ക് കടന്നു വരപ്പെടുമ്പോൾ, ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്തതിന് അപ്പുറത്ത് ദൈവപ്രവൃത്തി നടക്കപ്പെടുമ്പോൾ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഈ ദുഃഖിക്കുന്നതിൻ്റെ ഇടയിലും പഴയ പാരമ്പര്യത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ആ കരയുന്നതിൻ്റെ ഇടയിൽ ആ അത്ഭുത പ്രവൃത്തികളെ നീ ആത്മാവിൽ കാണുന്നതിന് പകരം വീണ്ടും നീ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും
ആമേൻ നിന്റെ ഉള്ളിനകത്ത് സ്തോത്രം പഴയ ജീവിത സാഹചര്യങ്ങളാണ്, പഴയ അനുഭവങ്ങളാണ്. ഇല്ല, ഇനി നീ പഴയതിലേക്ക് നീ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യകതയില്ല. ദൈവത്തിൽ നീ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അവനെ കല്ലറയിൽ കാണത്തില്ല. കല്ലറയിൽ നീ അന്വേഷിച്ചു നോട്ടുന്ന ക്രിസ്തുവിനെ കാണത്തേ ഇല്ല. ഇനി അവനെ കാണണമെങ്കിൽ, ആ പൊന്മുഖമൊന്ന് കാണണമെങ്കിൽ അവൻ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്ത് പോയി എന്ന് ജീവനോടെ ഇരുന്ന സമയത്തിൽ അവൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് നിനക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയപ്പെടുമെങ്കിൽ അതങ്ങനെ വിശ്വസിക്കണം. അടുത്ത വാക്യത്തിൽ, എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ഏമാമാരെല്ലാം അപ്പോൾ തന്നെ വീട്ടിൽ പോയി. സ്തോത്രം. ആര്? പത്രോസും യോഹന്നാനും അപ്പം തന്നെ അകത്ത് കയറി എല്ലാമൊക്കെ നോക്കി. സംഭവം ശരിയാണ്, തുണികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, കർത്താവിനെ കാണാനില്ല. ചിലപ്പോൾ ഉയർത്തെഴുന്നേറ്റ് കാണുമായിരിക്കും, എനിക്കൊരു ഉറപ്പൊന്നുമില്ല, പിന്നെ ബാക്കി പിന്നാലെ പറയാം എന്നൊക്കെ പറഞ്ഞ് പത്രക്കാരൊക്കെ വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ പറയാം, ഞങ്ങൾ കുറച്ച് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പറയാം. പിന്നെ ഡ്രസ്സൊക്കെ അവിടെ കിടപ്പുണ്ട്, തലപ്പാവ് അവിടെ കിടപ്പുണ്ട്, ഒത്തിരി റൂമാലൊക്കെ അവിടെ ഇവിടെയൊക്കെ വച്ചിട്ടുണ്ട്, അതെല്ലാം ഉള്ള കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് പോയപ്പോൾ ഞാൻ വീട്ടിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടിട്ടേ പോകത്തേ ഉള്ളൂ. എനിക്കറിയാം ഞാനിവിടെ നിന്നാൽ എന്നെ തേടി എൻ്റെ കർത്താവ് കടന്നു വരപ്പെടുമെന്ന്. ഇന്ന് പകൽ സമയത്തിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ മുറിയിൽ മറുപടി കിട്ടുന്നത് വരെ ഇരിക്കാൻ മനസ്സുള്ളവർ ഈ കൂട്ടത്തിലുണ്ടോ? ആമേൻ. മറുപടി കിട്ടുന്നവരെ പള്ളിയിൽ ആമേൻ ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരുണ്ടോ? ഒരു ഉത്തരം കിട്ടുന്നത് വരെ ദൈവസന്നിധിയിൽ നിന്ന് കാത്തിരിക്കുവാൻ മനസ്സുള്ളവർ ഈ കൂട്ടത്തിലുണ്ടോ? മഗ്ദലക്കാരത്തി മറിയ, അവൾ വിട്ടുമാറിയില്ല. അവൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരുന്നു അവനെ നേരിട്ട് കാണുവാൻ. കാരണം യേശു കർത്താവ് എന്നെ വിട്ടേച്ച് പോകത്തില്ല. അവൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ അവിടെ തന്നെ ഇരുന്നത്. പക്ഷേ മനുഷ്യനല്ലേ, ഒരു ചെറിയ അവിശ്വാസത്തിൻ്റെ ഭാഗം കാണും. എത്ര വലിയ വിശ്വാസി എന്ന് പറഞ്ഞാലും അതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണം, കരയുന്നു, നോക്കുന്നു. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്തേക്ക് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് മറിയ കണ്ടു. അവൾ അങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നെങ്കിലും ഒരു 2 കാഴ്ച അവൾ കണ്ടു. 2 കെരൂബുകളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്തിൽ ക്രിസ്തുവിൻ്റേതായിട്ടുള്ള രണ്ടാം വരവിനോടനുബന്ധിച്ച് വെളിപ്പാട് പുസ്തകവുമായി മനസ്സിലുമ്പോൾ എവിടെ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു അവിടെ തലക്കിലും മേളിൽ 2 കെരൂബ്. അതിൻ്റെ ഒരു സാമ്യമായിരിക്കാം 2 ദൂതന്മാർ ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളത്. മറ്റൊന്നുമല്ല, ഇതൊരു മാനുഷിക പ്രവൃത്തിയല്ല, ഇതൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് ഒരിക്കൽ കൂടി ഇവരെ ബോധ്യപ്പെടുത്തുവാൻ, ആരെ ഇത് കണ്ട് വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കണം. ഇത് ദൈവിക പദ്ധതിയാണ്, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ശിഷ്യന്മാർ വന്ന് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയതൊന്നുമല്ല. യേശു വാസ്തവമായിട്ട് ഉയർത്തെഴുന്നേറ്റു നീ ഒരിക്കൽ കൂടി കണ്ട് വിശ്വസിക്കാനാണ് 2 ദൂതന്മാരെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലക്കലും ഒരുത്തൻ കാൽക്കലും ഇരുന്നു. അവൻ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചോ? എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടോ? യേശുവെന്ന് അറിഞ്ഞില്ല. കരഞ്ഞ് കണ്ണ് കലങ്ങിയിരിക്കുകയാണ് ഈ സ്ത്രീ. ആമേൻ. എന്താണ് ഇവിടെ നടക്കുന്നു എന്ന് അറിയത്തില്ല. ശരിയാണ്, ചില സമയങ്ങളിൽ മനസ്സാകെ പതറിപ്പോകുന്ന സമയത്തിൽ അവിടെ എന്ത് നടക്കുന്നു, ആരൊക്കെ വന്നു, ഇതൊന്നും നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാക്കാനില്ല. ഈ സ്ത്രീയും അതേ ഒരു അനുഭവത്തിൽ തന്നെയാണ് അവൾ ആയിരിക്കപ്പെടുന്നത്. സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് യേശുദാൻ അവിടെ വന്ന് ചോദിച്ച സമയത്തിലേക്ക് അവൾക്ക് വ്യക്തമായിട്ട് പറയുവാനും മനസ്സിലാക്കുവാനും ഒക്കെ കഴിഞ്ഞോ? സ്തോത്രം. ക്രിസ്തുവാണെന്ന് അവൾക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഭാഗം. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കുക, എൻ്റെ കർത്താവ് എവിടേക്ക് പോയി കഴിഞ്ഞാലും തൻ്റെ നാമത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കരയുന്നുമെങ്കിൽ അവിടേക്ക് അവൻ കടന്നു വരുന്ന ദൈവമാണ്. ഇന്ന് എന്നോടൊപ്പം വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ആദ്യം വെള്ളവസ്ത്രം ധരിച്ച് 2 ദൂതന്മാരെയാണ് ഒരടയാളമായിട്ട് അയച്ചു കൊടുത്തത്. ആ വെള്ളവസ്ത്രം എന്ന് കാണുമ്പോൾ തന്നെ അറിയാം, ശുഭ്രവസ്ത്രം. ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രസൻസ് എവിടെ കടന്നു വരുന്നുവെങ്കിലും, ദൈവദൂതന്മാർ കടന്നു വരുന്നുവെങ്കിൽ അവിടെ ഒരു വെള്ളവസ്ത്രത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം സ്വാഭാവികമായിട്ടുണ്ടായിരിക്കപ്പെടും എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാവും. പക്ഷെ അതിലവർ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് അവർ തൃപ്തിപ്പെട്ടില്ല. ദൂതൻ വന്നെന്ന് വെച്ചുകൊണ്ട് ഞാൻ പോകത്തില്ല, ക്രിസ്തു തന്നെ വരണം, അല്ലെങ്കിൽ ക്രിസ്തു തന്നെ എൻ്റെ അടുക്കലേക്ക് വരണം എന്നുള്ള ഒരു അനുഭവത്തിൽ അവൾ ദൈവസന്നിധിയിൽ കാത്തിരുന്നത് കൊണ്ട് തന്നെയാണ് യേശു കർത്താവ് അവിടേക്ക് കടന്നു വരപ്പെട്ടത് എന്നുള്ളത്. പ്രിയ സഹോദരങ്ങളെ, ചില
ചില വിഷയങ്ങൾക്ക് നമുക്ക് അല്പമായിട്ടുള്ളൊരു സിംറ്റം കിട്ടിയിട്ട് നമ്മൾ പോകുന്നവരായിട്ടല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രാപിച്ചെടുക്കണം. ഒരു വിഷയത്തിന് വേണ്ടി ദൈവസന്നിധി ഇരിക്കുമ്പോൾ ചെറിയ അടയാളങ്ങൾ വേണ്ടി മാത്രമല്ല, അത് ഉപരിയായിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ഇവൾ കരഞ്ഞ് കണ്ണുനീരൊഴുക്കി ഇരിക്കുന്ന സമയത്തിൽ യേശു വന്നു. അവൾ അവനെ തിരിച്ചറിഞ്ഞില്ല. സ്ത്രീയെ, നീ കരയുന്നതെന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വച്ചു എന്ന് ഞാൻ അറിയുന്നില്ല. നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്തെന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തോണ്ട് പോയി. അപ്പം ഇന്നും ഉയർത്തെഴുന്നേറ്റൊന്നും അവൾക്കൊരു പിടി വരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അവൾക്ക് പറയാം, എൻ്റെ കർത്താവ് ജീവനോടെ ഇരുന്ന സമയത്തിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും. ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീയെ, നീ കരയുന്നുണ്ട്. അത് യേശു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് എനിക്ക് ദുഃഖം വരുന്നു എന്ന് വേണമെങ്കിലൊക്കെ പറയാം. ഇല്ല എങ്കിൽ പെട്ടെന്ന് ഞങ്ങളൊന്നും പറയാതെ കർത്താവ് പോയത് കൊണ്ട് എനിക്ക് ദുഃഖം വരുന്നു എന്നും പറയാം. അതൊന്നും പറയാതെ അവൾ പറഞ്ഞു, ആരോ കർത്താവിൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്, ആരോ എടുത്തുകൊണ്ട് പോയി. അപ്പോഴും ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളൊരു സംഭവം നടക്കുമെന്ന് അവളുടെ മനസ്സിനകത്ത് വന്നില്ല. നീ എത്ര വലിയ വിശ്വാസി എന്ന് പറഞ്ഞാലും, എത്ര വലിയ വിശ്വാസമുള്ള വ്യക്തി എന്ന് പറഞ്ഞാലും, ചില സാഹചര്യങ്ങളിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തതിന് അപ്പുറം ചില ദൈവപ്രവർത്തികൾ സംഭവിക്കപ്പെടാം. അംഗീകരിക്കുന്നവരൊന്ന് കരമടിച്ച് പ്രതികരിച്ചാലും, ഞങ്ങൾ വിശ്വസിക്കുന്നതിനപ്പുറം ചില അത്ഭുതങ്ങൾ നടക്കും. ഞങ്ങൾ കണക്ക് കൂട്ടുന്നതിനപ്പുറം ചില അത്ഭുതങ്ങൾ നടക്കും. ഞങ്ങൾ കണക്ക് കൂട്ടുന്നതിനപ്പുറം ചില അത്ഭുതങ്ങൾ സംഭവിക്കുക. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോൾ മറിയ 3.5 വർഷക്കാലം കൂടെ നടന്നിട്ടും അവളുടെ വിശ്വാസത്തിന് പരിമിതികളുണ്ടായിരുന്നു. വിശ്വാസത്തിൻ്റെ അളവ് ഒരു ലെവലിലായിരുന്നു. പക്ഷേ സ്വന്തം ദൈവം അവളുടെ കാൽക്കുലേഷൻ അപ്പുറമായിട്ട് ദൈവം ചിലത് ചെയ്തു എന്നുള്ളതാണ്. ഇനി രണ്ടാമത് നമ്മൾക്ക് അതിനകത്തുള്ളൊരു ചിന്തയെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയങ്ങളിലേക്ക് നോക്കുന്നത്, അങ്ങനെ വന്ന് സ്ത്രീയെ കരയുന്നത് ആര് എന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. യേശു അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ ഞങ്ങൾ യേശുവിനെ അടിക്കുന്നത് കണ്ടു, കർത്താവിനെ ഇടിക്കുന്നത് കണ്ടു, അതിനൊരു മാംസപിണ്ഡമാക്കി മാറ്റി വച്ചിരിക്കുന്നത് ഒക്കെ ഞങ്ങൾ കണ്ടതായിരിക്കപ്പെടുകയാണ്. പക്ഷേ അങ്ങനെ ഒരു യേശു തിരിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. 2, അവൾ കരഞ്ഞ് കണ്ണ് കലങ്ങിയിരിക്കുക. ആ കരഞ്ഞ് കണ്ണ് കലങ്ങി എന്നൊക്കെ ഞാൻ പറയുന്നത് ആ സ്നേഹത്തിൻ്റെ ആഴമാണ്. ആ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ആഴത്തിൻ്റെ മധ്യത്തിലെ കരഞ്ഞ് കണ്ണ് കലങ്ങിയപ്പോൾ ആരെയും അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആരൊക്കെ വന്ന് നിന്നിട്ടുമില്ല. കണ്ണുനീരിങ്ങനെ ധാരധാരയായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആരൊക്കെയോ അവൾ ഏങ്ങലടിച്ച് കരഞ്ഞ സമയത്തിൽ ആരൊക്കെയോ ആ ശബ്ദം കേട്ടു. പക്ഷേ ഇപ്പോൾ അവൾ നിശബ്ദമായിരിക്കുന്നുവെങ്കിലും അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് നിശബ്ദമായി ഒഴുകുകയാണ്. പക്ഷേ യേശുവിനൊരു പ്രത്യേകതയുണ്ട്. നിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം മറ്റുള്ളവർ കേട്ടാലും നിൻ്റെ കണ്ണുനീരിന് ശബ്ദമില്ലാത്തത് കൊണ്ട് ആരും കേൾക്കുന്നില്ല എങ്കിൽ എൻ്റെ കർത്താവിന് നിൻ്റെ കണ്ണുനീരിൻ്റെ ശബ്ദവും കേൾക്കുവാൻ കഴിയാം. രാത്രിയുടെ യാമങ്ങളിൽ ഒറ്റയ്ക്ക് കിടന്ന് ശബ്ദമുണ്ടാക്കാതെ കരയുന്നവരെ, ടോയ്ലറ്റിനകത്ത് കയറിയിരുന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ കരയുന്നവരെ, കണ്ണ് തുടച്ചു നടക്കുന്നവരെ, ആ കണ്ണുനീരിന് ശബ്ദമില്ല എങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കാതുകൾക്ക് നിന്റെ കണ്ണുനീരിൻ്റെ ശബ്ദത്തെ കേൾക്കുവാൻ കഴിയും. അവൻ വന്നു. മറിയത്തിൻ്റെ കണ്ണുനീരിൻ്റെ ശബ്ദം യേശുവിൻ്റെ കാതുകളിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരുന്നു. ആ ശബ്ദത്തിൻ്റെ മധ്യത്തിൽ ധാരധാരയായി ഒഴുകിയ ശബ്ദത്തിൽ അവൾ നോക്കിയപ്പോൾ കണ്ണ് മുഴുവനും കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ആളിനെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞതേ ഇല്ല. സ്ത്രീയെ, നീ കരയുന്നതെന്ത്? അവൾ പറഞ്ഞു, എൻ്റെ യേശുവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. എടുത്തുകൊണ്ടുപോയതിനെ കുറിച്ചാണ് ഞാനിവിടെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്. സ്തോത്രം. അടുത്ത ഭാഗത്തിലേക്ക് നോക്കുന്ന സമയത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെ വച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. സ്തോത്രം. എവിടെ കൊണ്ട് വച്ചു എന്ന് എനിക്ക് ഒരു പിടിയുമേ ഇല്ല, എന്നാ ചെയ്തിട്ടെന്ന് ഒന്നും അറിയത്തില്ല. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടു. യേശുവെന്ന് അറിഞ്ഞില്ല താനും. അവിടെ
ക്രിസ്തുവാണ് നിന്ന് ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ക്രിസ്തുവാണ് എന്നുള്ളത് അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അടുത്ത വാക്യത്തിലേക്ക് ഞങ്ങൾ ഓടിച്ച് ശ്രദ്ധയെക്കൊണ്ടുപോയി. യേശു അവളുടെ സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൾ തോട്ടക്കാരനെ നിരൂപിച്ചിട്ട്, അവൾ യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക എന്ന് പറഞ്ഞു. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ എബ്രായ ഭാഷയിൽ റബ്ബുനി എന്ന് പറഞ്ഞു. ഇവിടെ സ്ത്രീയെ എന്ന് വിളിച്ചപ്പോൾ അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത് വിളിച്ചു മറിയേ. അതിനർത്ഥം ഭൂമിയിൽ 3.5 വർഷക്കാലമായിരുന്നപ്പോൾ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഒരു വാക്കാണ് സ്തോത്രം ഇവിടെ രണ്ടാമത് ഉദ്ധരിച്ചത്. യേശു മറിയത്തെ സ്ത്രീയെ എന്നല്ല 3.5 വർഷക്കാലം സംബോധന ചെയ്തത്. ആ സംബോധനയിൽ ഒരു ചേഞ്ച് വന്ന സമയത്തിൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ അടുത്ത് മറിയേ, അങ്ങനെയായിരുന്നു ഭൂമിയിൽ വെച്ച് വിളിച്ചിരുന്നത്. പേര് പറഞ്ഞ് വിളിക്കുമായിരുന്നു. ആ പേര് പറഞ്ഞ് വിളിച്ചപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഉടനടി അവൾ തിരിഞ്ഞു. തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബുനി, ഗുരു എന്നാണ് അതിനർത്ഥം. ഗുരു. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. മഗ്ദലക്കാരത്തി മറിയ താൻ കർത്താവിനെ കണ്ടു എന്ന അവൻ ഇങ്ങനെ തന്നോട് ശിഷ്യന്മാർ ആഴ്ചപ്പെട്ടതിന് 1-ാം നാളെ ദിവസം വൈകി ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ചു മാതിരി യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. ഇവിടെ കർത്താവ് വലിയൊരു ദൗത്യം അവിടെ ഏൽപ്പിക്കുക. 17-ാം വാക്യം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവനോട് അറിയിക്കുക. ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പ്രസംഗിച്ച സുവിശേഷ വനിത. അതാണ് ഈ വിഷയത്തിൻ്റെ കൺക്ലൂഷൻ. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പത്രോസിനെയല്ല ഈ സന്ദേശം ചെന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഏൽപ്പിച്ചത്. ദൈവം യോഹന്നാനെയല്ല ഈ സന്ദേശം ചെന്ന് വിളംബരം ചെയ്യുവാൻ അറിയിച്ചത്. ആ അതിരാവിലെ ഇരുട്ടുള്ളപ്പോഴും ഏകാന്തതയുടെ മധ്യത്തിലും സ്വന്തം ഗുരുവിനെ വിട്ടുപിരിയുവാൻ മനസ്സില്ലാതെ ക്രിസ്തുവിൻ്റെതായിട്ടുള്ള കല്ലറയിൽ കാത്തിരുന്ന, അനുതാപ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെതായുള്ള സ്നേഹത്തിനു വേണ്ടി കാതോർത്തിരുന്ന ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് യേശു കർത്താവ് കടന്നു വന്ന് സ്വയമായി തന്നെ വെളിപ്പെടുത്തി, നീ കരയേണ്ട ആവശ്യകതയില്ല. എൻ്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് തേജസ്കരിക്കപ്പെട്ടവനെ അടുത്ത ദൗത്യത്തിന് വേണ്ടി ഞാൻ കടന്നു പോകുകയാണ്. പക്ഷെ നീ ഒരു ജോലി ചെയ്യണം. എൻ്റെ രാജ്യവിസ്തൃതിക്ക് വേണ്ടി നീ അധ്വാനിക്കണം. ഞാനില്ല എന്ന് വെച്ചുകൊണ്ട് നീ എല്ലാം വച്ചു മതിയാക്കരുത്. ഞാനില്ല എന്ന് വെച്ചുകൊണ്ട് നീ പിന്മാറ്റത്തിലേക്ക് പോകരുത്. ഞാനില്ല എന്ന് വെച്ചുകൊണ്ട് നീ വള്ളവും വലയും എടുക്കുന്നവൻ്റെ പുറകെ പോകരുത്. ഞാനില്ല എന്ന് വെച്ചുകൊണ്ട് നീ പഴയ പരിപാടിക്ക് പോകരുത്. നീ ഞാനില്ല എങ്കിൽ എൻ്റെ സഹോദരന്, നിൻ്റെ സഹോദരന്, നിൻ്റെ ഗുരുവും എൻ്റെ ഗുരുവുമായവൻ്റെ അടുക്കലേക്ക്, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമായവൻ്റെ അടുക്കൽ കയറിപ്പോകുന്നു എന്ന് അവനോട് പറയുക. നീ ഓടിച്ചെന്ന് പറയേണ്ടത്, എൻ്റെ ഗുരുവും നിങ്ങളുടെ ഗുരുവ്, എൻ്റെ പിതാവും നിൻ്റെ പിതാവുമായിരിക്കുന്നവൻ്റെ അടുക്കലേക്ക് എൻ്റെ ഗുരു കയറി പോകുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് നീ എല്ലാവരോടും പറയണം. അവരോടിച്ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അന്ന് മുതൽ മഗ്ദലക്കാരത്തി മറിയ ഏറ്റെടുത്ത ഒരു ദൗത്യമാണ്, ഞാൻ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടിയിട്ട് നിൽക്കപ്പെടാം, ദൈവനാമ മഹിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിൽക്കപ്പെടാം, ഞാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രസംഗിക്കും, ഞാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടി നടന്ന് കവലയിൽ വിളിച്ചു പറയുവാനായിട്ട് തുടങ്ങി. കണ്ടവരെയും കേട്ടവരെയും ഒക്കെ വിളിച്ചു പറഞ്ഞു. എന്താണ്? അവളുടെ ദുഃഖത്തെ സന്തോഷമാക്കി തീർത്തോ. കരഞ്ഞ് നിലവിളിച്ച് കണ്ണ് കലങ്ങിയിരുന്ന ഒരു സ്ത്രീയുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ വേണ്ടിയിട്ട് യേശു കർത്താവ് കടന്നു വന്നുവെങ്കിൽ ഇന്ന് പകൽ സമയം അത് കല്ലറയിലിരുന്ന് നീ കരഞ്ഞാലും ശരി തന്നെയാണ്, നിന്റെ ഭവനത്തിലിരുന്ന് കരഞ്ഞാലും ശരി, കവലയിലിരുന്ന് കരഞ്ഞാലും ശരി തന്നെ, നീ ബസ്സിലിരുന്ന് കരഞ്ഞാലും ശരി തന്നെയാണ്, നീ ആറ്റിൻ്റെ വക്കത്തിരുന്ന് കരഞ്ഞാലും ശരി തന്നെയാണ്, വീട്ടിനകത്തിരുന്ന് കരഞ്ഞാലും ശരി തന്നെ, എവിടെ ഇരുന്ന് കരഞ്ഞാൽ ആ ഇതിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തമായി പഠിപ്പിക്കപ്പെടുന്നത്. സഹോദര സഹോദരി, നീ വേദനയിലാണോ, ദുഃഖത്തിലാണോ, പ്രയാസത്തിൻ്റെയും പ്രതിബന്ധത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും അനുഭവത്തിലൂടെയാണോ നീ പോയിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ സ്ഥിതിഗതികൾക്കെല്ലാം ദൈവം ഒരു മാറ്റം വരുത്തിയിട്ട്, നിന്റെ അവസ്ഥകൾക്കെല്ലാം ദൈവം മാറ്റം വരുത്തി നിന്നെ വീണ്ടെടുക്കുവാൻ, വിടുവിക്കുവാൻ. ചിലപ്പോൾ ചില കരച്ചിലുകൾ എന്തുകൊണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയപ്പെടുന്നില്ല. അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒത്തിരിയധികം ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് നീ തിരിച്ചറിയപ്പെടണം. ഇപ്പോൾ നീ കരയുന്നുവെങ്കിൽ നീ ചിരിക്കുന്നവനായിട്ട് തീരുമെന്നുള്ളതിന് സംശയമില്ല. ഇപ്പോൾ നീ ദുഃഖിക്കുന്നുവെങ്കിൽ നിന്റെ ദുഃഖം മാറ്റിയിട്ട് ദൈവം നിന്നെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കപ്പെടുമെന്നുള്ളതിന് സംശയമേ ഇല്ല. ആ മഗ്ദലക്കാരത്തി മറിയ നിയമത്തെ ഭയപ്പെടാതെ
ഭയപ്പെടാതെ ഇരുട്ടിനെ ഭയപ്പെടാതെ ഏകാന്തതകളെ ഭയപ്പെടാതെ തൻ്റെ കൂടെ വരുവാൻ ആരുണ്ട് എന്നുള്ളതല്ല. ആരുമില്ല എങ്കിലും ഒറ്റയ്ക്കാണ് എങ്കിലും ഞാൻ എൻ്റെ യേശുവിനെ ആരാധിക്കാം, ഞാൻ യേശുവിനോടടുത്ത ഉടമ്പടികൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരൊറ്റയാനെ പോലെ അവളെടുത്ത തീരുമാനത്തിൻ്റെ മധ്യത്തിൽ അവളുടെ കൂട്ടുകാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എങ്കിലും, സുഹൃത്തുക്കൾ ആരും അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എങ്കിലും, ആ ഏകാന്തതയുടെ മധ്യത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആമേ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിന് മുമ്പ്, തേജസ്കരിക്കുന്നതിന് മുൻപ് തന്നെ ആമേ ഈ മഗ്ദലക്കാരത്തി മറിയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട്, സ്ത്രീയെ നീ എന്തിന് കരയുന്നു? ആ വാക്കിൽ അവൾ തൃപ്തിപ്പെട്ടില്ല. എന്നെ അങ്ങനെ വിളിക്കണ്ട. ആ വിളിയിൽ ആമേൻ എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. രണ്ടാമത് യേശു അവൾക്ക് വേണ്ടി വിളിച്ചു, മറിയേ. ആ വിളിയുടെ മധ്യത്തിലേക്ക് അവളുടെ ദുഃഖം സന്തോഷമായി തീർന്നു. ആമേൻ അവളുടേതായുള്ള വേദനകൾ പൂർണ്ണമായി മാറിയെങ്കിൽ ഇതാ ക്രിസ്തു നിന്റെ സ്വപ്നത്തിലേക്ക്, ആമേ ക്രിസ്തു നീ ആമേ പ്രാർത്ഥനാ മുറിയിലായിരിക്കുമ്പോൾ, അതിൻ്റെ മധ്യത്തിൽ നീ യാത്രയിലായിരിക്കുമ്പോൾ, അതിൻ്റെ മധ്യത്തിൽ പലപ്പോഴും കടന്നു വരപ്പെടുമ്പോൾ നിനക്കത് തിരിച്ചറിയുവാൻ കഴിയപ്പെടത്തേയില്ല. എമ്മൗസിലേക്ക് കടന്നു പോയിരിക്കുന്ന ആ ശിഷ്യന്മാര് ആമേൻ കർത്താവ് അവരുടെ കൂടെ നടന്ന് അവരെ ഉറപ്പിച്ച് ഒരുപോലെ തന്നെ വ്യക്തമായി പഠിപ്പിച്ച സമയത്തിലേക്ക് അവർക്കത് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. എന്താണ് പലപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്തുന്നത്? സ്തോത്രം. ആമേൻ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 25 മുതൽ അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ മറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്ന് തന്നെക്കുറിച്ചുള്ള അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഇതെന്താണ്? എമ്മൗസിലേക്ക് കടന്നു പോകുന്ന ഒരു കൂട്ടം രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇങ്ങനെ തർക്കിക്കുകയാണ്. തർക്കിക്കുന്നത് എന്താ? ഈ സംഭവം അറിഞ്ഞില്ലേ? യേശുവിനെ ക്രൂശിച്ചു തോമസ്. അതൊന്നുമില്ല, അത് നമുക്കങ്ങനെ വിശ്വസിക്കാം. പുള്ളിക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ടോ അത് നമുക്കൊന്നും പറയാൻ പറ്റത്തേയില്ല. അങ്ങനെ നാട്ടു നടപ്പിലെ കാര്യങ്ങൾ പലതും പറഞ്ഞു പോയപ്പോൾ കർത്താവ് താൻ അവരുടെ കൂടെ കൂടി അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ലേ? ബൈബിളിൽ എഴുതിയിരിക്കുകയല്ലേ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന്. യേശു താൻ ചെന്ന് പറഞ്ഞിരിക്കുകയല്ലേ, ബുദ്ധിമലെ ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചു തന്നെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ ബൈബിൾ മൊത്തത്തിൽ പഠിച്ചു. മോശ മുതലുള്ള സകല ചരിത്രങ്ങളും ഇവരെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചെന്നറിയാമോ? ഇവൻ മുമ്പിലേക്ക് ആമേൻ അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവർ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു, പക്ഷെ പോയില്ല. മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു, പക്ഷേ പോയില്ല എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടുന്നത്. കാരണം എന്താ? യേശുവിന് സ്വന്തം ഇവരെ ഒരുപാട് കാര്യാദികളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കപ്പെടുന്ന സമയത്തിൽ, അതിൻ്റെ 23 മുതലൊക്കെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്തിൽ ഇങ്ങനെ വേദപുസ്തകം, അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നു, അവൻ ജീവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയിൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അങ്ങനെ കണ്ടതില്ല. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനായ പ്രവാചകന്മാരെ പ്രവചിക്കുന്നതെല്ലാം വിശ്വസിക്കുന്ന മന്ദബുദ്ധികളെ, നിങ്ങളിങ്ങനെ ക്രിസ്തുവിന് അവൻ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ പോയി. ഞാനൊരു ദൂത് പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഇവിടെ എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ യേശു നടന്ന് പോവുകയാണ്. ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ കർത്താവ് ഇവരെ വേർപെട്ട് പോകാൻ ഭാവം കാണിച്ചു, പക്ഷെ പോകാൻ മനസ്സില്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആള് മാറി മറ്റൊരാളായി ശിഷ്യന്മാരുടെ കൂടെ അവർ പറയുന്നതൊക്കെ കേട്ട്, അവർ സംസാരിക്കുന്നതും തർക്കിക്കുന്നതൊക്കെ കേട്ട് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് അവരുടെ കൂടെ നടന്നപ്പോൾ പോകാൻ ഭാവം കാണിച്ചു പോയില്ല. ഞാനിന്ന് പറയട്ടെ, നിങ്ങളിന്ന് ദൈവവചനം കേൾക്കുകയാ. ചിലർ തർക്കിച്ചു കാണും, ചിലർ അംഗീകരിച്ചു കാണും, ചിലർ വിശ്വസിച്ച് കാണും, ചിലർ അവിശ്വസിച്ച് കാണും. ഇത് കഴിഞ്ഞിറങ്ങുന്ന സമയത്തിൽ എൻ്റെ ദൈവത്തിനൊരു പ്രത്യേക ആഗ്രഹമുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേക താല്പര്യമുണ്ട്. നിന്നെ വിട്ട് പിരിയുവാൻ അവന് മനസ്സില്ല. ആകയാൽ അവൻ ഭാവം കാണിക്കും, ഞാൻ മാറിപ്പോവുകയാണ്, ഞാൻ മാറിപ്പോണ. ആ സമയത്തിൽ നീ വിടരുത്. യേശു അപ്പാ, ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് നീ വരണമേ, ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ, ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കണമേ. അവരതാണ് ചെയ്തത്. സ്തോത്രം. അവർ യേശുവിനെ വിട്ടില്ല, കർത്താവിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയപ്പോൾ എന്താ സംഭവിച്ചത്? അവരോട് പാർക്ക, നേരം വൈകി അസ്തമിക്കാറല്ലോ. ആമേൻ. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ആ വീട്ടിലേക്ക് ഞാൻ പറയട്ടെ, ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിറങ്ങിയപ്പോൾ യേശുവെന്ന് അറിഞ്ഞില്ല. ഞാൻ യേശുവിനെ വിളിച്ചു, കർത്താവ് എൻ്റെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ എന്നെ അങ്ങോട്ട് അവിടെ നിന്ന് ആ സോഫയിലോട്ട് നിന്ന് ഇരിയെന്ന് പറഞ്ഞിട്ട് കർത്താവ് എടുത്ത് ഭക്ഷണം എനിക്ക് വിളമ്പി തന്നു.
അതിൻ്റെ അർത്ഥം എന്തുവാ? അതിഥി ആതിഥേയനായിട്ട് തീർന്നു. നമ്മൾ യേശുവിനെ നിർബന്ധിച്ചിട്ട് വിളിക്കണമെന്നുള്ളത് ദൈവത്തിനൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. നിന്നെ എങ്ങനെയെങ്കിലും വിളിച്ചാൽ ഞാൻ വരത്തില്ല കേട്ടോ. എന്നെ നീ നിർബന്ധിച്ചാൽ നിൻ്റെ വീട്ടിൽ വരും. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നാലൊരു പ്രത്യേകതയുണ്ട്. പിന്നെ നിനക്ക് അതിനകത്ത് ഒരു ഉത്തരവാദിത്വമില്ല. നിൻ്റെ വീട്ടിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും ഞാൻ എടുക്കാം. സ്തോത്രം. വിട്ടുകൊടുക്കുക. നിൻ്റെ വീട്ടിനെ അവന് വേണ്ടിയിട്ട് അങ്ങ് വിട്ടുകൊടുക്കുന്നേ. നിൻ്റെ വീട്ടിനെ ദൈവത്തിന് വേണ്ടിയിട്ട് അങ്ങ് വിട്ടുകൊടുക്ക. അവനത് പണിയട്ടെ, അവനത് നിയന്ത്രിക്കട്ടെ, അവനതെല്ലാം ശരിയാകട്ടെ. അതാണ് യേശുവിൻ്റെ പ്രത്യേകത. ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, ആമീൻ, ദൈവിക കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവം ശ്രദ്ധിക്കും. പക്ഷേ കർത്താവ് ഇങ്ങനെ ആഗ്രഹിക്കും, എന്നെ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചെങ്കിൽ ഞാൻ പോകാമായിരുന്നു. വീട്ടിലേക്ക് വിളിച്ചെങ്കിൽ ഞാൻ പോകാമായിരുന്നു. ഞാനിതാ വരുന്നില്ല എന്നൊക്കെ ഭാവമൊക്കെ കാണിക്കും. പക്ഷേ എൻ്റെ മനസ്സ് മുഴുവനും എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ താമസിക്കണാനാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാവർക്കും വിളമ്പി തരാം, ഞാൻ എല്ലാവർക്കും തരാം. പ്രൈസ് ദി ലോർഡ്. അവൻ അപ്പമെടുത്ത് അവർ ഭക്ഷണത്തിരിക്കുമ്പോൾ അവർ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നോക്കി അവർ കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നവൻ അവനെ അറിഞ്ഞു. സഹോദരങ്ങളെ, എവിടെ പോയാലും ഭക്ഷണത്തിൻ്റെ ചാർജ് യേശു തന്നെ ഏറ്റെടുക്കും. നിങ്ങൾക്കറിയാവോ, 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ചരിത്രം. യേശുവിൻ്റെ കയ്യിലേക്ക് ഒരു കൊച്ചുമോൻ അവൻ കൊണ്ടുവന്ന ടിഫിൻ ബോക്സിനകത്തിരുന്ന് മുഴുവനും യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആമീൻ, കൊടുത്തു. ഒരല്പം പോലും എടുത്ത് മാറ്റിയില്ല. ആമീൻ, എനിക്കിത് ദൈവം 12 കുട്ടയാക്കി തിരിച്ചു തരുമെന്ന് അവന് നന്നായിട്ട് അറിയായിരുന്നു. അവൻ കൊടുത്തു. കർത്താവ് അതിനെടുത്ത് വാഴ്ത്തി നുറുക്കി. ഭക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തം ദൈവം തന്നെ എടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയപ്പെടുന്നത് എന്നുള്ളത്. അവിടെ കൊണ്ട് തീർന്നില്ല. പിന്മാറ്റത്തിലേക്ക് പോയ ശിഷ്യന്മാർ, നിങ്ങൾക്കറിയാവോ, പത്രോസും യോഹന്നാനും ഇവർ ഉൾപ്പെടെയുള്ള എല്ലാവരും പിന്മാറ്റത്തിലേക്ക് കടന്നുപോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചു വന്നപ്പോൾ കർത്താവ് കരയിൽ ചെന്നിരുന്നൊരു അടുപ്പ് കൂട്ടി. സ്തോത്രം. അവിടെ ഒരു പാത്രം വെച്ചു. ഇപ്പം പിടിച്ച മീനുകൾ, എണ്ണയൊക്കെ പിള്ളേർക്ക് കൊളസ്ട്രോളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീനിനെ ഒന്ന് ചുട്ടെടുക്കാം, മീനിനെ ഒന്ന് വറുത്തെടുക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് ഹാനികരമായിട്ടുള്ളതൊന്നും ഭവിക്കാതെ നന്നായിട്ട് കർത്താവ് ആമീൻ ഭക്ഷണമുണ്ടാക്കി, അപ്പമുണ്ടാക്കി. ക്ഷീണിച്ച് വലഞ്ഞ് കടന്നു വന്ന അവർക്ക് യേശു ഭക്ഷണം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. യേശു ഭക്ഷണം കൊടുത്തു. യേശു ഭക്ഷണം വിളമ്പാൻ മാത്രമല്ല നിന്നത്, ഭക്ഷണം ഉണ്ടാക്കാനും നിന്നു. കർത്താവ് തന്നെ ഉണ്ടാക്കി, കർത്താവ് തന്നെ അവർക്ക് വിളമ്പി കൊടുത്തതിൻ്റെ പിന്നിൽ ഒന്നുണ്ട്. സ്വന്തം തൻ്റെ മക്കളുടെ വിശപ്പ് അവന് സഹിക്കൂല കേട്ടോ. തൻ്റെ മക്കൾ വിശന്നിരിക്കുന്നത് അവന് ഇഷ്ടമില്ല. അവരെയൊക്കെ തൃപ്തിയോടെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെതാണ് ഇഷ്ടം. ഇവിടെ ഇതാ എമ്മൗസിലേക്ക് നടന്ന് ക്ഷീണിച്ചു വന്നവരോട് പറഞ്ഞു, നിങ്ങളവിടെ ഇരിക്കുക, ഭക്ഷണം ഞാൻ വിളമ്പിത്തരാന്നേ, ഞാൻ വിളമ്പിത്തരാം, നിങ്ങൾ അവിടെ ഇരിക്കുക. സ്തോത്രം. ഇന്ന് പകൽ സമയം ഈ വചനം കേൾക്കുമ്പോൾ ഒരു പടി കൂടെ നിങ്ങൾ താഴേക്ക് ഇറങ്ങണം. ആമീൻ. അബ്രഹാമിൻ്റെ ഭവനത്തിൽ കടന്നു വന്ന വ്യക്തികളെ അബ്രഹാം സൽക്കരിച്ചു. എന്താ, നിലം വരെ കുനിഞ്ഞ് സൽക്കരിച്ചു. എങ്കിൽ നീയും ഭക്ഷണകാര്യാദികൾ കടന്നു വരപ്പെടുന്ന സമയത്തിൽ ഒരു പടി കൂടെ ഒന്ന് താഴേക്ക് എളിമപ്പെട്ട് ദൈവസന്നിധിയിൽ ഒന്ന് എളിമപ്പെടണം. തന്നെ അന്വേഷിച്ച് കടന്നു വരുന്നവരെ ക്ഷീണിച്ച് വിടുവാൻ എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ല. വിശന്നവരായി കാണുവാൻ ദൈവത്തിന് ഇഷ്ടമില്ല. എന്നാൽ ഭക്തന്മാർ വിശന്ന സാഹചര്യങ്ങൾ, സമയങ്ങളുണ്ട്. പത്രോസ് ആമീൻ വെൺമാടത്തിൽ കയറി പ്രാർത്ഥിച്ചത് എപ്പോഴാണെന്നറിയാവോ? തനിക്ക് വിശന്ന സമയത്തിലേക്കായിരുന്നു. പക്ഷേ ദൈവം അവിടെ അവന് ഭക്ഷണം കൊടുത്തില്ല, അവനൊരു ദർശനം കൊടുത്തു. അവർക്കറിയാം, ഇവർ വെറും ഭൗതിക ഭക്ഷണം കൊണ്ട് മാത്രം ജീവിക്കുന്നവരല്ല. ഇവർക്ക് ദൈവത്തിൻ്റെ ദൂത് കേട്ട് കഴിഞ്ഞാൽ ഇവരുടെ വിശപ്പ് മാറിപ്പോകും എന്നുള്ളത്. പക്ഷേ സാധാരണ വചനം കേൾക്കാൻ വരുന്നവർക്ക് അങ്ങനെയല്ല. അവരുടെ വിശപ്പ് മാറണമെങ്കിൽ അവർക്ക് ഭൗതിക ഭോജനം തന്നെ കൊടുക്കണം. അതുകൊണ്ട് തന്നെ വിശന്ന് ക്ഷീണിച്ച പത്രോസ് വെൺമാടത്തിൽ ഉടനടി പ്രാർത്ഥിച്ചു. എന്തിനാണെന്നറിയാവോ? എൻ്റെ വിശപ്പ് ഒന്ന് സഹിക്കണം. എൻ്റെ വിശപ്പിനെ അതിജീവിക്കണമെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയപ്പെടണം. ഉടനെ തന്നെ 4 മൂലകളുള്ള ഒരു തുപ്പട്ടി അവൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവം അവനൊരു ദർശനം കാണിച്ചു കൊടുക്കപ്പെടുന്നു. ഭൂമിയിലുള്ള സകല നാൽക്കാലികളും ഇഴജന്തുക്കളും മൃഗങ്ങളും അതിനകത്ത് ഉണ്ട്. ദൈവം പറഞ്ഞു, അറുത്ത് തിന്നുക എന്ന് പറയുന്നു. വിശന്ന് കറങ്ങിയിരിക്കുന്ന പത്രോസിനോട് ദൈവം പറയുന്നു, ഈ വന്യമൃഗങ്ങളൊക്കെ അറുത്ത് തിന്നുക. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും കഴിക്കത്തില്ല കർത്താവേ, ഞാൻ ഒരിക്കലും കഴിക്കത്തില്ല. തുടർന്ന് ദൈവം അവന് വ്യാഖ്യാനം കൊടുത്തു, നിന്റെ വിശപ്പ് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷേ നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വിളിച്ചു വരുത്തുക എന്ന് ഒരു കൊർന്നലിയോസിനോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ നീ ചെന്ന് ആരാധന നടത്തണം. ആ ദൂതനെ നീ ഏറ്റെടുത്താലേ നിനക്ക് ഞാൻ ജാപ്പാട് നൽകപ്പെടത്തുള്ളൂ. അവൻ്റെ വിശപ്പ് മാറുവാൻ അവൻ കയറിയിരുന്ന് പ്രാർത്ഥിച്ച സമയത്തിൽ തന്നെ ദൈവം അവന് ദർശനം കൊടുത്തു. അവൻ്റെ വിശപ്പ് പൂർണ്ണമായിട്ടങ്ങ് മാറി. അതെ, ദൈവദാസന്മാരുടെ വിശപ്പ് മാറണമെങ്കിൽ ദൈവശബ്ദം കേൾക്കപ്പെടണം. ഈ കൂട്ടത്തിലായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ,
സുഹൃത്തെ, നിനക്ക് ഭൗതിക ഭോജനം കൊണ്ട് നിനക്ക് തൃപ്തി വരുന്നില്ല എങ്കിൽ ദൈവത്തിനറിയാം. അതുകൊണ്ടല്ല ഞാൻ നിന്നെ ആത്മീക ഭോജനം നൽകി നിന്നെ ഞാൻ തൃപ്തിപ്പെടുത്തുവാൻ ശക്തനാണ്. എൻ്റെ കർത്താവ് തൻ്റെ അടുക്കൽ വന്നവരുടെ ക്ഷീണവും വേദനയും പ്രയാസമൊക്കെ അറിഞ്ഞ് അവരെ വഴി നടത്തി. ആ ദൈവം നിങ്ങളെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ മഗ്ദലക്കാരത്തി മറിയെക്കുറിച്ച് മനസ്സിലാക്കി. ആ മറിയെ പോലെ ക്രിസ്തുവിനുള്ള സ്നേഹം ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുക. കർത്താവ് പ്രതിസന്ധികൾ നിങ്ങൾ പിന്മാറിപ്പോകരുത്. നിയമം എതിരായി വന്നു വെച്ചുകൊണ്ട് പിന്മാറരുത്. അധികാരങ്ങൾ നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയെന്ന് വെച്ചോ നിങ്ങൾ പിന്മാറിപ്പോകരുത്. ഒരുപക്ഷെ സമുദായം നിങ്ങളെ വേട്ടയാടുമ്പോൾ, സമൂഹം നിങ്ങളെ വേട്ടയാടപ്പെടുമ്പോഴും ക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിനോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ശ്രദ്ധിക്കുന്നു. ഒരിക്കൽ കൂടി റോമൻ സാമ്രാജ്യം വേട്ടയാടിയപ്പോഴും മഗ്ദലക്കാരത്തി കല്ല് പോലെ നിന്നു. ഇരുട്ട് അവളെ ഭീഷണിപ്പെടുത്തിയപ്പോഴും അവൾ കല്ല് പോലെ നിന്നു. കൂടെ വരാനായിട്ട് ആരുമില്ല, ഒരു സഹോദരന്മാർ കൂടെ വരാനില്ലായെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും അവൾ ഉറപ്പോടുകൂടി അവൾ നിന്നു. സ്വന്തം ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ച സ്ഥലത്ത് കല്ല് ഉരുണ്ട് മാറി എന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അവൾ അവിടെ തന്നെ നിന്നു. യേശുവിനുള്ള സ്നേഹം അത്രത്തോളം വളരെ വലുതായതുപോലെ നിങ്ങൾ മറിയത്തെ പോലെ നിങ്ങളുടെ സ്നേഹം, യേശുവിനുള്ള സ്നേഹം ഉറപ്പിക്കുക. ഒപ്പം കർത്താവ് അവളെ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു. എന്താ? ആ സ്നേഹം കൂടുതലുള്ളവരെയാണ് ദൈവം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്നേഹക്കുറവുള്ളവരെയല്ല, സ്നേഹം കൂടുതലുള്ളവരെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഏൽപ്പിച്ചു. നീ ഉയർത്തെഴുന്നേറ്റ എന്നെക്കുറിച്ച് ശിഷ്യന്മാരുടെ അടുക്കൽ പറയിക്കണം. നീ പറയണം, സുഹൃത്തെ, നിന്നെ ദൈവം എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചുവെങ്കിൽ ദൈവത്തിന് നിന്നോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ്, നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നീ ദൈവവേലയുടെ മുഖത്ത് ക്ഷീണിച്ചു പോകരുത്. ദൈവവേലയുടെ മുഖത്തിൽ നീ പിന്മാറിപ്പോകരുത്. ദൈവവേലയുടെ മുഖത്ത്, ആരാധനയുടെ മുഖത്ത് നീ ക്ഷീണിച്ചു പോകരുത്. കൂട്ടായ്മയുടെ ബന്ധത്തിൻ്റെ മധ്യത്തിൽ ക്ഷീണിച്ചു പോകരുത്. ദൈവത്തിന് നിന്നോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ്.